ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ സി പാസ് ബേസ് ചെയ്തിട്ട് കുറേ ഡൗട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ഡൗട്ട്സ് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിലൂടെ. അതുകൊണ്ട് തന്നെ ആരും ഇത് മിസ് ചെയ്യരുത് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് കുട്ടികൾക്ക് തെറ്റുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേറ്റ വെരിഫിക്കേഷനും കറക്ഷനും വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അഡ്മിഷൻ പോർട്ടലിൽ വേണ്ടി എഡിറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്കിവിടെ ഒരു ഇമെയിൽ തന്നിട്ടുണ്ട്, support@cpass.ac.in എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഇമെയിൽ ID തന്നിട്ടുണ്ട്. അതിൽ നിങ്ങളൊരു സബ്ജക്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് തെറ്റ് തിരുത്തേണ്ട ഫയൽ ഏതാണ്, PDF ഏതാണ്, അതും കൂടി അറ്റാച്ച് ചെയ്ത് ഇമെയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അയക്കേണ്ടത്. ഓക്കെ. പിന്നെ ഇൻഡെക്സ് മാർക്കിൻ്റെ കാര്യം പല കുട്ടികളും ചോദിച്ചിരുന്നു. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ റൂള് B.Pharm-നാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും പ്ലസ് ബയോളജി അല്ലെങ്കിൽ മാത്സ് ആയിരിക്കും കൂട്ടുന്നത്, പ്ലസ് ബോണസ് മാർക്ക്. ബാക്കി കോഴ്സസിനെന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയും ബോണസ് മാർക്കും ആയിരിക്കും കൂട്ടുന്നത്. ബോണസ് മാർക്ക് എന്ന് പറയുന്നത് NCCയിലെ B സർട്ടിഫിക്കറ്റിൻ്റെതാണ്. പിന്നെ 20 മാർക്കും ആണ് അതിൽ വരുന്നത്. NSSൻ്റെ 15 മാർക്ക്. ബോണസ് മാർക്ക് എന്ന് പറയുന്നത് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളാണ്. അതായത് പിന്നീട് തോറ്റതിന് ശേഷം പിന്നെ ഒന്നുകൂടെ കയറുന്നവരുണ്ടല്ലോ, അവരുടെ മാർക്ക് ആഡ് ചെയ്ത് കിട്ടത്തില്ല കേട്ടോ. ഫസ്റ്റ് നമുക്ക് ട്രയൽ റാങ്ക് ലിസ്റ്റ് വന്നിരുന്നു. അതോടൊപ്പം ഇപ്പോൾ മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ റാങ്ക് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഒരു മാർക്ക് എങ്ങനെയാണ് കൂട്ടേണ്ടതെന്ന് മനസ്സിലാവാതെ ഡൗട്ട് ചോദിച്ചിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മാർക്കിൻ്റെ കാര്യം കൂടി നമ്മൾ പറയുന്നത്. സി പാസിൽ എങ്ങനെയാണ് മാർക്കിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ സൈറ്റിൽ കയറാനായിട്ട് ഇടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എപ്പോഴും സൈറ്റ് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. എററാണ്, അതെന്ന് മനസ്സിലാക്കുക. ഓക്കെ. റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിച്ചു. റാങ്ക് ലിസ്റ്റ് വന്നെങ്കിൽ നിങ്ങളുടെ റാങ്ക് മനസ്സിലാക്കി വെക്കുക, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇമെയിലായിരിക്കും വരുന്നത്. അതായത് ഇപ്പോൾ പല കുട്ടികൾ B.Pharm, BSc നഴ്സിങ്ങിനൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇവൻ ചിലപ്പോൾ കൊടുക്കാത്ത കുട്ടികളെ പോലും ഇതിൻ്റെ കൗൺസിലിങ്ങിന് വിളിക്കും കേട്ടോ. നിങ്ങൾക്കിപ്പോൾ BSc നഴ്സിംഗ് ആണ് താല്പര്യം, പക്ഷേ നിങ്ങളെ കൗൺസിലിങ്ങിന് വിളിച്ചിരിക്കുന്നത് B.Pharm ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യേണ്ട. പക്ഷേ ചെന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പാരാമെഡിക്കൽ കോഴ്സസിനൊന്നും തന്നെ നിങ്ങളെ എന്ത് ചെയ്യില്ല, കൗൺസിലിങ്ങിന് വിളിക്കില്ല. പക്ഷേ BSc നഴ്സിങ്ങിന് വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ BSc നഴ്സിങ്ങിനും ഇതിനുമൊക്കെ കൗൺസിലിങ്ങിന് വിളിക്കുന്ന സെയിം ഡേറ്റിൽ തന്നെ നിങ്ങൾ പോവേണ്ടതാണ്. കോട്ടയം ഗാന്ധിനഗറിലാണ് പോവേണ്ടത്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ആയിട്ടാണ് പോകേണ്ടത്. ടോക്കൺ ഫീസും കൂടി നിങ്ങൾ കൊണ്ടുപോകണം. മാക്സിമം എല്ലാവരും 25,000 റുപ്പീസ് കൊണ്ടുപോവുക. SC ST കാറ്റഗറിക്കായിരിക്കും ടോക്കൺ ഫീ കുറവായിട്ട് വരുന്നത്. അഡ്മിഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1 ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ സബ്മിഷൻ, നമ്മളത് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് 2 ട്രയൽ റാങ്ക് ലിസ്റ്റ്, അത് വന്നിട്ടുണ്ട്. സ്റ്റെപ്പ് 3 ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ കോൾ ഫോർ കൗൺസിലിങ്ങിന് വിളിക്കും. അത് മെയിൽ ത്രൂ അല്ലെങ്കിൽ SMS ത്രൂ ആയിരിക്കും വിളിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് ദിനംപ്രതി മെയിൽ ചെക്ക് ചെയ്യണം. SMS റീചാർജ് ചെയ്യാത്ത കുട്ടികൾ SMS റീചാർജ് ചെയ്ത് വെക്കണം. ഓക്കെ. പലരും ചോദിച്ചതാണ്, നമ്മളിപ്പോൾ കൗൺസിലിങ്ങിന് പോയി അവിടെ ടോക്കൺ ഫീ അടച്ചതിന് ശേഷം നമുക്ക് LBSൽ കിട്ടുവാണ്, അവിടെ നിന്ന് മാറാൻ കഴിയുമോ? അത് നിങ്ങൾ ഏത് കോളേജിലാണ് അവിടെ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടുന്നത്, ആ കോളേജിലെ പ്രിൻസിപ്പളായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള ഫാക്കൽറ്റീസുമായിട്ട് സംസാരിച്ച് ഇതുപോലെ LBSലോട്ട് പ്രൈവറ്റ് കോളേജസിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാറാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുക. ചില കോളേജസ് സർട്ടിഫിക്കറ്റ് തിരിച്ച് തരില്ല. പക്ഷേ നിങ്ങൾക്ക് LBSൽ ഗവൺമെൻറ് ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ കമ്മ്യൂണിറ്റി റിസർവേഷൻ, റീജിയണൽ റിസർവേഷൻ, ഇതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകുന്നതുമായിരിക്കും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.